വെൽക്കം ബാക്ക് ടു റാണി സെമ്മി കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ തേങ്ങ തിരുവിയത്, 1.5 കപ്പ് തൈര്, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കടുക് വറുക്കാനുള്ള വറ്റൽമുളക്, കുറച്ച് ഉലുവ, കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളവും ഓയിലും കൂടി വേണം. ഇനി നമുക്ക് വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കാം. വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളരിക്ക ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് കീറിയതും നമ്മൾ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളരിക്കയിൽ വെള്ളം ഉള്ളതുകൊണ്ട്. വെള്ളരിക്ക വേവുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും ജീരകപ്പൊടിയും 1 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയണം. അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരിക്ക സ്പൂൺ കൊണ്ട് മുറിക്കാൻ പാകത്തിന് മാത്രം വെന്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി തിക്കായിട്ട് ഇരിക്കേണ്ടവർക്ക് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് അടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഇനി അത് തിളയ്ക്കാൻ പാടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.